ന്യൂജൻ കാലഘട്ടത്തിൽ ഉപ്പാനെ മറക്കുന്ന വെറുക്കുന്ന മക്കൾ. ഉപ്പയും കേൾക്കണം, ഉമ്മയും കേൾക്കണം. മക്കൾക്ക് കേൾക്കാൻ സമയം കണ്ടെത്താൻ സഹായിക്കുകയും വേണം. ഉപ്പാന്റെ ഒച്ച ഇഷ്ടമില്ല, ഉപ്പാന്റെ വാശി ഇഷ്ടമല്ല, ഉപ്പാന്റെ നോട്ടം ഇഷ്ടമല്ല, ഉപ്പാന്റെ ഉപദേശം ഇഷ്ടമല്ല, ഉപ്പാന്റെ ഇടപെടലുകൾ ഇഷ്ടമല്ല. അങ്ങനെയാണ് ഒരുപാട് ഇഷ്ടമില്ലായ്മകളാണ്, ശല്യമാണ് ഉപ്പ. വിവാഹം കഴിഞ്ഞപ്പോൾ മുതൽ സ്വന്തം കുടുംബത്തിന്റെ ഭാരം ഏറ്റെടുത്തയാൾ. പുതുജീവിതത്തോടെ സ്വന്തമായി ഉണ്ടായിരുന്ന ഒരുപാട് ഇഷ്ടങ്ങൾക്ക് ഗുഡ് ബൈ പറഞ്ഞവനാണ് ഉപ്പ. പുതുജീവിതത്തോടനുബന്ധിച്ച് ഉമ്മ, ഭാര്യ, സഹോദരി, സഹോദരർ, അമ്മാവൻ, അമ്മായി എന്നിവർക്കിടയിലെ പല പിണക്കങ്ങൾക്കിടയിലും ഒളിയമ്പുകൾക്കിടയിലും വീർപ്പടക്കി കഴിഞ്ഞവൻ ഉപ്പ. കുടുംബത്തിന്റെ കെട്ടുറപ്പിനായി, ഐക്യത്തിനായി, സമാധാനത്തിനായി ഒരുപാട് അനിഷ്ടങ്ങളെ പുറമെ പ്രകടിപ്പിക്കാതെ മനസ്സിലൊതുക്കി കഴിയുന്നവൻ ഉപ്പ. പല ജോലികൾ, പല വേഷങ്ങൾ, പല സ്ഥലങ്ങൾ. വിവാഹം കഴിഞ്ഞതോടെ വർഷങ്ങളോളം ജീവിതം ബുദ്ധിമുട്ടി സ്വന്തം കുടുംബത്തിനായി ചെറുതാണെങ്കിലും മനോഹരമായൊരു വീട് വെക്കാൻ പെട്ട പാടുകൾ. മക്കൾ LKG മുതൽ നല്ല വിദ്യാഭ്യാസവും സ്പെഷ്യൽ ട്യൂഷനും. മക്കളെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളും മോഹങ്ങളും. എന്നിട്ടും അയാൾ തിരക്കിലേക്കും ജീവിത കഷ്ടപ്പാടിലും വഴുതിപ്പോയി. ആരോഗ്യം നഷ്ടപ്പെട്ടപ്പോൾ അയാൾ വീടിനുള്ളിൽ തനിച്ചായി. മക്കളുടെ മുന്നിൽ ഒരു അധിക പറ്റായെന്ന് അയാൾക്ക് തോന്നിത്തുടങ്ങി. കാരണം മക്കളെല്ലാം പങ്കുവെക്കുന്നത് അവരുടെ ഉമ്മയോടാണ്. ഇതെല്ലാം കാണുന്ന അയാൾക്കുള്ളിലെ പിതാവ് എന്നും ഒരു തോൽവിയായി മാറി. സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉപേക്ഷിച്ച് കുടുംബത്തിന് വേണ്ടി ജീവിച്ച ആ മനുഷ്യനെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നായിരുന്നു യഥാർത്ഥ പ്രശ്നം. ഇത് ഒരാളുടെ മാത്രം പ്രശ്നമല്ല, നമ്മുടെ ചുറ്റും കാണാം ലക്ഷക്കണക്കിന് പേർ ഇങ്ങനെ. മാതാവിന്റെ മഹത്വത്തെക്കുറിച്ച് എല്ലാവരും വാഴ്ത്തിപ്പാടും, ഇതിനിടയ്ക്ക് പിതാവിനെ മറക്കും. പലപ്പോഴും കരയുന്ന ഉമ്മമാരെ മക്കൾ കാണും, പക്ഷേ കരയുന്ന പിതാവിനെ മക്കൾ കാണില്ല. 10 മാസം നൊന്തുപെറ്റ ഉമ്മയുടെ കഥ എത്രയോ വട്ടം മക്കൾ കേട്ട് കാണും. ഭാര്യയുടെ ഗർഭകാലത്ത് പിറക്കുന്ന കുഞ്ഞിന്റെ ആരോഗ്യത്തിനായി പഴവർഗ്ഗങ്ങൾ, പോഷകാഹാരങ്ങൾ, ചെക്കപ്പുകൾ, പീഡിയാട്രിഷ്യൻ എന്നിവക്കായി നെട്ടോട്ട് മൂടിയ ഉപ്പാനെ മക്കൾ ഓർക്കില്ല. പ്രസവാശുപത്രിയിൽ കൊടുമഴയത്ത് ആശുപത്രി പരിസരത്ത് കൊതുക് കടിയേറ്റ് കുത്തിയിരുന്ന് ഉപ്പാന്റെ സഹനത്യാഗമായി ഒരു മക്കളും കരുതാറില്ല. രാത്രിയെ പകലാക്കി മാറ്റി പണിയെടുത്ത കഥ ഒരിക്കൽ പോലും ഉപ്പ പറയാത്ത, അറിയാത്ത ഉപ്പ. പണ്ടുണ്ടായ കഷ്ടപ്പാടുകൾ പറഞ്ഞാൽ പഴംപുരാണം തള്ളുന്നു എന്ന കളിയാക്കലുകൾ. ഉമ്മ എന്ന പുഴയെ ധ്യാനിക്കുമ്പോൾ ഉപ്പ എന്ന കടലിനെ മറക്കുന്നു പലപ്പോഴും. ഉപ്പാക്ക് സ്നേഹം പ്രകടിപ്പിക്കാനറിയില്ല, പ്രകടിപ്പിക്കുന്നത് ശരിയല്ല എന്നൊക്കെയാണ് പൊതുവെ വിചാരങ്ങൾ. മക്കളെ ഉപദേശിക്കാൻ ഒരുമ്പെട്ടാൽ നിങ്ങളുടെ കാലമല്ല ഇത് എന്നുപദേശിക്കുന്ന ഉമ്മമാരുടെ മുന്നിൽ അന്തം വിട്ടിരിക്കുന്ന ഉപ്പ. അതൊക്കെ തന്നെയാണ് ചില ഉപ്പമാർ വീട്ടിൽ പോലും അന്യരാകുന്നത്. അടച്ചിട്ട മുറിക്കുള്ളിൽ ടിക്ടോക്കും പബ്ജിയും ചാറ്റും ഗെയിമുകളും TV സീരിയലുകളും തകർത്താടുമ്പോൾ വാർത്താ ചാനലുകൾ പോലും അന്യമാകുന്നൊരുപ്പ. നിങ്ങൾ മക്കൾ തർക്കുത്തരം പറയുമ്പോഴും അവഗണിക്കുമ്പോഴും ഉപ്പാന്റെ മുഖത്തേക്ക്, കണ്ണുകളിലേക്ക് ഒന്ന് നോക്കണം. കടലോളം ദുഃഖം ഒളിപ്പിച്ചു വെച്ച് അഭിമാനത്തോടെ തല ഉയർത്തി നടക്കുന്ന ഓരോ പിതാവിന്റെയും മഹത്വവും സഹനവും വേദനയും നൊമ്പരവും അറിയണമെങ്കിൽ ഓരോ പുത്രന്മാരും അവരൊരു ഉപ്പയാകുമ്പോൾ മാത്രം. അപ്പോഴേക്കും കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞിരിക്കും. അപ്പോഴേക്കും ഉപ്പ കണ്ണെത്താ ദൂരത്തേക്ക് മറഞ്ഞിരിക്കും. എല്ലാ പിതാക്കൾക്കും വേണ്ടി എന്റെ ഈ ശബ്ദം സമർപ്പണം ചെയ്യുന്നു.